സ്ത്രീ സുരക്ഷയിൽ നമ്മൾ ഊറ്റം കൊള്ളുന്ന ഈ കേരളത്തിന്റെ മെട്രോ നഗര തെരുവിൽ ഒരു പാതിരാവിൽ ഒരു സാധാരണക്കാരിയല്ല മലയാള സിനിമയിലെ കരുത്തുറ്റ ഒരു നായിക നടിക്ക് നേരിടേണ്ടി വന്ന ഒരു ക്രൂരത ഇത്ര അധികമാണെന്ന് സത്യമായും വന്യമായ ഒരു ആലോചനയിൽ പോലും വന്നിട്ടില്ല. ആ മനസാക്ഷി മോർച്ചറിയിൽ വെച്ചിട്ടില്ലാത്ത, തലച്ചോറ് മരവിച്ചു പോകാത്ത ആൺസുഹൃത്തുക്കളോടാണ് 1000-ലധികം പേജുള്ള വിധി പ്രസ്താവം കയ്യിൽ കിട്ടിയാൽ ആ 10 പേജ് ഒഴിവാക്കി വേണം വായിക്കാൻ. അത് വായിച്ചാൽ നിങ്ങൾക്ക് അമ്മയുള്ളവരാണെങ്കിൽ, പെങ്ങളും ഭാര്യയും പെൺമക്കളും ഉള്ളവരാണെങ്കിൽ തൊണ്ടക്കുഴിയിൽ നിന്ന് ഭക്ഷണം താഴേക്ക് ഇറങ്ങില്ല. പേക്കിനാവുകളിൽ തിരിഞ്ഞും മറിഞ്ഞും ഉറക്കനഷ്ടമാകും വിധി. അതൊരു വല്ലാത്ത വിധിയാണ്. ഒരു കാലത്തും ഗുണം പിടിക്കാത്ത ഒരു അക്രമി ആ പേപ്പട്ടിയുടെ കൊട്ടേഷൻ മനസ്സിലാക്കി പെൺകുട്ടി കൈകൂപ്പി പറയുന്നുണ്ട്, പണമാണ് പ്രധാനമെങ്കിൽ ആ പണം ഞാൻ തരാം, ഉപദ്രവിക്കല്ലേ. അടങ്ങാത്ത ആക്രാന്തത്തിൽ ഏതോ കൽപ്പന നടപ്പാക്കാനാഞ്ഞ പേ പിടിച്ച മനുഷ്യമൃഗം പിന്നെയും ആ പെൺകുട്ടി കൈകൂപ്പി പറയുന്നു, എന്റെ അച്ഛൻ മരിച്ച കൊടിയ വേദന ഇനിയും മാറിയിട്ടില്ലേ, ട്രോമ കൂടി താങ്ങാവതല്ല. ഈ വണ്ടിയിൽ നിന്നെ ചവിട്ടി പുറത്തേക്കിട്ടെ, കാരോടും ഞാൻ ഒന്നും പറയില്ല, ഉപദ്രവിക്കല്ലേ. ഒന്നും കേൾക്കാതെ കയ്യിൽ അവന്റെ ഒരു മുടിഞ്ഞ ഫോൺ ക്യാമറ ഓണാക്കി അവനൊരു സ്ത്രീ ശരീരത്തിൽ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കരഞ്ഞു പോകും. ഒന്ന് പറയാം, ഒരു ദുഷ്ടമൃഗവും ചെയ്യാത്ത ഹീനതയുടെ പരമാവധിയാണ്. മാപ്പർഹിക്കാത്തവൻ, അവന്റെ കുടുംബം, അവന്റെ പ്രായം എന്നൊക്കെ ഏറ്റവും ഗുരുതരമായ വകുപ്പിൽ ഏറ്റവും കുറവ് ശിക്ഷയിൽ പുറത്തിറങ്ങി അടുത്ത പാതിരാത്രിവിൽ അടുത്ത റേപ്പിൽ ഒരു തമ്പ്രാൻ കൽപ്പനയ്ക്ക് അവൻ കാവലാണെങ്കിൽ ആരുമില്ല രക്ഷയ്ക്ക്. പെൺകുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളെ തുണ പടച്ചവൻ കാക്കട്ടെ. 8 വർഷങ്ങൾ 9 മാസങ്ങൾ 23 നാളുകൾ ഇന്നും പറയലാണ് സർവൈവർ നേരിട്ട കയ്പിന്റെ നേർക്കാഴ്ചകൾ. അത്രയും ക്രൂരമായ ഒരു റേപ്പ് പോട്ടെ, ഏതെങ്കിലും ഒരു ബലാത്സംഗത്തിൽ തകർന്നു നാനാവിധമായി പോയൊരു പെൺകുട്ടി ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന വിലാപം, മേൽക്കോടതി പ്രയറുകൾ, ഒറ്റയൊന്നൊരു സിംഗിൾ ഉദാഹരണം ആരെങ്കിലും പറയാവോ? ഏറ്റവും സ്വകാര്യമായ അനാവൃതമായ ദൃശ്യങ്ങൾ കോടതിക്കുള്ളിൽ ഹാഷ്വാലു മാറിയതിൽ സുരക്ഷയെപ്പറ്റി ഇപ്പോഴും ആ പെൺകുട്ടി പേടിക്കലാണെങ്കിൽ, ചങ്കുവറക്കലാണെങ്കിൽ തോറ്റുപോയത് ആ പെൺകുട്ടിയല്ല, കേരളമേ നമ്മളാണ്. ആ കോടതിക്ക് ബോധ്യമാവാത്ത തെളിവുകൾ, മേൽക്കോടതികൾ, ആരോ എഴുതിയ ഊമക്കത്തിൽ അന്വേഷണം ഒക്കെ അവിടെ നിൽക്കട്ടെ. ഏതു പഴുതുകളിൽ ആരൊക്കെ രക്ഷപ്പെട്ടാലും പഴുതുകളില്ലാത്തൊരു വിധിയുണ്ട്. കാലന്റെ വിധിയാണ്, കാലത്തിന്റെ വിധിയാണ്. ആ പേപ്പട്ടിപ്പണി കാണിച്ച വാലാട്ടികൾ, അവർക്കൊരു കട്ടേഷൻ തമ്പ്രാൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സംവിധാനത്തിന്റെ ഓശാന ഉണ്ടെങ്കിൽ കോട്ടകൾ അടിഞ്ഞു വീണും നശിക്കും, നാനാവിധമാകും. തെരുവിൽ കൈനീട്ടി നിൽക്കും അധമപ്പണിയുടെ മാഫിയ കോക്കസെ. ദൈവമുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ എഴുതി വെച്ചോ, പുഴുവരിച്ചാണ് മരണം.